നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC HSC നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 3 സെൽ ബയോളജിയിലെ ക്ലാസ്സുകളാണ്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നുള്ളത്. അൾട്രാ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൾട്രാ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ ഡിഫറെന്റ് മോഡൽസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച്, അതിന്റെ ഘടനയെ കുറിച്ച് ഉരുത്തിരിഞ്ഞു വന്ന ഡിഫറെന്റ് മോഡൽസിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി, അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ മുതലായവയെ കുറിച്ചും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. കോശസ്തരം, ഘടനയും ധർമ്മവും. എല്ലാ കോശങ്ങളെയും ചുറ്റിയുള്ള ഒരു നേർത്ത വഴക്കമുള്ള സ്തരമാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നും അറിയപ്പെടുന്ന കോശസ്തരം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ തിയറി ഒക്കെ കണ്ടായിരുന്നു അല്ലെ? എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടനകളാണ് കോശങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് ആണെന്നും സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് തിയോഡർ ഷ്വാനും ഷ്ലീഡനും ചേർന്നിട്ടാണ് എന്നുള്ളതും നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പൊ ആദ്യമായിട്ട് കോശത്തെ കണ്ടെത്തിയത് അവരാണ് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പ്ലാസ്മ മെംബ്രെയിനുള്ള ഒരു സ്ഥലമുണ്ട് എന്നുള്ളതൊക്കെ കോശം കണ്ടുപിടിച്ച ആളുകൾ തന്നെയാണ് പറഞ്ഞത്. ശരിക്കും ഷ്വാനാണ് സെൽ മെംബ്രെയിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നതെങ്കിലും റോബർട്ട് ഹുക്കിന്റെ പേരിലാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ ഡിസ്കവർ ചെയ്തത് ആരാന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കോശസ്തരം, ഘടനയും ധർമ്മവുമാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ കോശങ്ങളെയും ചുറ്റിയുള്ള ഒരു നേർത്ത വഴക്കമുള്ള സ്ഥലമാണ് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശസ്തരം. ഇത് കോശത്തിന്റെ ഉൾഭാഗത്തെ അതിന്റെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് വേർതിരിക്കുന്നു. നമുക്കറിയാം, ഒരു സെല്ലിനെ അതിന്റെ ഔട്ട്സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ, അതിന്റെ ബൗണ്ടറി ലൈനാണ് അല്ലെങ്കിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ളത്. കോശത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഒരു നിർണായക ഘടനയാണ് പ്ലാസ്മ മെംബ്രെയിൻ. കോശ ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്ലാസ്മ മെംബ്രെയിൻ എന്ന പദം നിർദ്ദേശിച്ചത് കാൾ വില്യം വോൺ നഗേൽ ആണ്. നഗേൽ അതുപോലെ തന്നെ ക്രാമർ എന്നിവർ ചേർന്നാണ് സെൽ മെംബ്രെയിൻ എന്ന പദം നൽകിയത്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന പദം നിർദ്ദേശിച്ചത് കാൾ വില്യം വോൺ നഗേലെയാണ്. അതേസമയം സെൽ മെംബ്രെയിൻ എന്ന പദം നിർദ്ദേശിച്ചത് നഗേലും ക്രാമറും കൂടി ചേർന്നാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ, അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കതിന്റെ സ്ട്രക്ചർ നോക്കാം. ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിൽ കാണാൻ സാധിക്കും. കോശസ്തരത്തിന്റെ അടിസ്ഥാന ഘടന എന്നുള്ളത് ഫോസ്ഫോലിപ്പിഡ് തന്മാത്രകളുടെ 2 പാളികൾ ചേർന്ന ഒരു ലിപ്പിഡ് ദ്വൈപാളിയാണ്. അപ്പൊ ഒരു ഫോസ്ഫോലിപ്പിഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഡബിൾ ലെയർ ആണ് കോശസ്തരത്തിന്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്. അതില് പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും കാണപ്പെടുന്നുണ്ട്. ഈ ലിപ്പിഡ് ദ്വൈപാളിയിൽ ഉൾച്ചേർത്തിരിക്കുന്ന വിവിധ പ്രോട്ടീനുകൾ ഗതാഗതം, സിഗ്നലിംഗ്, കോശ അഡിഷൻ തുടങ്ങിയ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അപ്പൊ ഈ ഫോസ്ഫോലിപ്പിഡ് ദ്വൈപാളിക്കുള്ളില് പ്രോട്ടീനുകളും കാണുന്നുണ്ട്. ഈ പ്രോട്ടീനുകൾ എന്തിനെല്ലാം സഹായിക്കുന്നത്? ഗതാഗതം, അതായത് ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ടിന്, അതുപോലെ സെൽ സിഗ്നലിങ്ങിന്, സെൽ അഡിഷന് മുതലായ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രോട്ടീനുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന മറ്റൊരു മോളിക്യൂളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റുകൾ ഒന്നുകിൽ സാധാരണ കാണുക ഈ ലിപ്പിഡ് ബൈലെയറിന്റെ ഔട്ടർ ലെയറിലാണ് കാണുക. സെല്ലിന്റെ ഔട്ടർ സൈഡിലുള്ള ലെയറിലാണ്, ലിപ്പിഡ് ബൈലെയറിന്റെ ഔട്ടർ ലെയറിലാണ് കാർബോഹൈഡ്രേറ്റുകൾ സാധാരണ കാണുക, പുറം പാളിയിലാണ് കാണുക. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റുകൾ ഒന്നുകിൽ ലിപ്പിഡുമായി ചേർന്ന് ഗ്ലൈക്കോലിപ്പിഡുകളായിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീനുകളുമായി ചേർന്ന് ഗ്ലൈക്കോ പ്രോട്ടീനുകളായിട്ടോ ആയിരിക്കും കാണപ്പെടുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എവിടെയാ കാണുക? ഈ
ലിപ്പിഡ് ബൈലെയറിന്റെ ഔട്ടർ മെംബ്രെയിനിലായിരിക്കും കാണുക. അത് ഓർത്തിരിക്കണം കേട്ടോ. പുറം പാളിയിലാണ് കാർബോഹൈഡ്രേറ്റ് കാണുക. പ്രോട്ടീനുകളുമായിട്ടോ ലിപ്പിഡുകളുമായിട്ടോ ബന്ധിപ്പിച്ച രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ബോണ്ടഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എങ്ങനെ കാർബോഹൈഡ്രേറ്റുകൾ കാണുക. ലിപ്പിഡുകളുമായി കൂടിച്ചേരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഗ്ലൈക്കോ ലിപ്പിഡുകളായിട്ട് മാറും. പ്രോട്ടീനുകളുമായി കൂടിച്ചേരുമ്പോൾ അത് ഗ്ലൈക്കോ പ്രോട്ടീനുകൾ എന്നുള്ള രൂപത്തിലായിരിക്കും കാണപ്പെടുക. ഇവ എന്തിനൊക്കെയാ ഹെൽപ്പ് ചെയ്യുക? കോശ തിരിച്ചറിയലിനും സിഗ്നലിങ്ങിനും, സെൽ കമ്മ്യൂണിക്കേഷനും സിഗ്നലിങ്ങിനും അതുപോലെ തന്നെ സെൽ ഐഡന്റിഫിക്കേഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്ലാസ്മ മെമ്പറിന്റെ ഒരു അൾട്രാ സ്ട്രക്ചറിന്റെ ഒരു ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ലിപ്പിഡ് ബൈലെയർ. മുകളിലും ഒരു ലെയർ ഉണ്ട്, താഴെയും ഒരു ലെയർ ഉണ്ട്, അല്ലെ? പരസ്പരം അഭിമുഖമായിട്ടുള്ള രീതിയിലാണ് കാണുക. ഈ ലിപ്പിഡ് ബൈലെയറിന് ഈ ലിപ്പിഡ് മോളിക്യൂൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഹെഡ് ഉണ്ടാകും. സോറി, ഇത് യെല്ലോ കളറിൽ കാണുന്നത് ലിപ്പിഡ് ആണ്. ലിപ്പിഡിനൊരു ഹെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ടെയിൽ പോർഷനും ഉണ്ടാകും. ഇങ്ങനെയുള്ള ലിപ്പിഡുകളുടെ ഒരു ബൈലെയർ, 2 ലെയർ പുറത്തേക്കും അകത്തേക്കും ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കാണുക. ഇതിൽ ഹെഡ് റീജിയൻ ആയിരിക്കും. ഈ ഒരു ലെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നത് ഇതിന്റെ ഹെഡ് റീജിയൻ ആയിരിക്കും. അത് ഹൈഡ്രോഫിലിക് റീജിയൻ ആണ്. അതേസമയം ഈ ലിപ്പിഡിന്റെ ടെയിൽ റീജിയൻ ഹൈഡ്രോഫോബിക് റീജിയൻ ആണ്. ഓക്കെ, അതായത് പേടിയുള്ളതുകൊണ്ട് അകത്തേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല, ഫോബിക് ഏതാണ് ഫിലിക് ഏതാണെന്നുള്ളത്. ഓക്കെ, ഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലഭീതിയുള്ള വാൽഭാഗമാണ് കാണുക. ടെയിലിനാണ് പേടിയുള്ളത്. അപ്പോ ജലഭീതിയുള്ളത് ടെയിലിനാണ്. സോ അത് ഇന്നർ സൈഡിൽ കാണുന്നു. മറ്റേത് തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നല്ല ധൈര്യത്തോട് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഈ ഹൈഡ്രോഫിലിക് എൻഡ് ഏതാ, ഹൈഡ്രോഫോബിക് എൻഡ് ഏതാന്ന് ചില സമയത്ത് നമുക്ക് സംശയം വരും. അപ്പൊ ഹെഡ് ആണ് ഹൈഡ്രോഫിലിക് എൻഡും ടെയില് ഹൈഡ്രോഫോബിക് എൻഡും ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കാണും. അതില് ധാരാളം പ്രോട്ടീൻ മോളിക്യൂൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രോട്ടീൻസ് പലതരത്തിലുണ്ട്. ചാനൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. ഈ ചാനൽ പ്രോട്ടീൻസിനെ തന്നെയാണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് കാണാൻ സാധിക്കും. കൂടെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഒരു 3ാമത്തെ തരം പ്രോട്ടീൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പ്രോട്ടീൻസ് ഈ ബൈലിപ്പിഡ് ലെയറിലുടനീളം ഇങ്ങനെ മൊസൈക്ക് പോലെ ചിതറിക്കിടക്കും. അല്ലെങ്കിൽ ഈ ലിപ്പിഡ് ബൈലെയറിനുള്ളിൽ തന്നെ പ്രോട്ടീൻ മോളിക്യൂൾസ് നമുക്ക് ഡിഫറെന്റ് റീജിയനിൽ കാണാനായിട്ട് സാധിക്കും. പുറം പാളിയിൽ, അതായത് ഈ പുറത്തുള്ള ഔട്ടർ ലെയറിലാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുക? കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസിനെ കാണാൻ സാധിക്കുക. കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ഒന്നുകിൽ പ്രോട്ടീനുമായിട്ട് ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ ലിപ്പിഡുമായിട്ട് ലിങ്ക് ചെയ്തോ കാണും. ലിപ്പിഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് എന്ത് പറയും? ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് പറയും. പ്രോട്ടീനുമായിട്ട് ലിങ്ക് ചെയ്ത് കാണുന്നതിന് എന്ത് പറയും? ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയും. ഓക്കെ, ഇത് കൂടാതെ ഈ ലിപ്പിഡ് ബൈലെയറിന് ഇടയ്ക്ക് നമുക്ക് കൊളസ്ട്രോൾസും കാണാനായിട്ട് സാധിക്കും. കൊളസ്ട്രോൾ മോളിക്യൂൾസും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പ്ലാസ്മ മെമ്പറിന്റെ ഒരു അൾട്രാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നമുക്ക് ഫങ്ഷൻസ് നോക്കാമെങ്കിൽ, ഓക്കെ, പ്രധാന ധർമ്മങ്ങൾ നോക്കാം. അപ്പൊ ഇതില് പ്രധാന ധർമ്മങ്ങൾ നോക്കുകയാണെങ്കിൽ സംരക്ഷണം, കോശത്തെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സംരക്ഷിക്കുകയും അതിന്റെ ആന്തരിക പരിസ്ഥിതി നിലനിർത്തുകയും ചെയ്യുന്നു. അതായത് സെല്ലിനെ അതിന്റെ ഔട്ടർ റീജിയനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ധർമ്മമാണ് പ്ലാസ്മ മെംബ്രെയിൻ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ കാര്യമാണ് ഗതാഗത നിയന്ത്രണം. കോശത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുക. അതായത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ വർക്ക് ചെയ്യുക. അതായത് ചില മോളിക്യൂൾസിനെ മാത്രമേ കടത്തിവിടുകയുള്ളൂ, ചിലതിനെ കടത്തിവിടുകയില്ല. അപ്പൊ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ഉള്ള മോളിക്യൂൾസിനെ മാത്രമേ പ്ലാസ്മ മെംബ്രെയിൻ അതിലൂടെ കടത്തിവിടുകയുള്ളൂ. 3ാമത്തേതാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ. പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിനുള്ളിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. 4ാമത്തേതാണ് സെൽ സിഗ്നലിംഗ്. മറ്റു കോശങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കാനും പ്രക്ഷേപണം ചെയ്യാനും കഴിയുന്ന പ്രോട്ടീനുകൾ കോശസ്തരത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ആശയവിനിമയവും ഏകോപനവും സുഗമമാക്കുന്നു. അപ്പൊ പ്രോട്ടീനുകൾ
എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെൽ സിഗ്നലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റു കോശങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കാനും ഈ സെല്ലിൽ നിന്നുള്ള സിഗ്നലുകൾ പുറത്തേക്ക് വിടാനും ഒക്കെ സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീനുകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇത് സെൽ സിഗ്നലിംഗിൽ ഭാഗഭാക്കാവുന്നു. കോശത്തിന്റെ ആകൃതി നിലനിർത്തൽ. ഇത് ഘടനാപരമായ പിന്തുണ നൽകുകയും കോശത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. സെല്ലിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുകയും അതേസമയം തന്നെ സെല്ലിന്റെ ഷേപ്പ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സെൽ അഡീഷൻ ആണ് അടുത്തത്. സെൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലുകൾ പരസ്പരം ഒട്ടിച്ചേരുന്നതിനെയാണ് എന്ത് പറയുക? സെൽ അഡീഷൻ എന്ന് പറയുന്നത്. സ്തരത്തിലെ ചില പ്രോട്ടീനുകൾ കോശ പ്രതിപ്രവർത്തനങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നു. ഇത് കോശങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാനും കലകൾ രൂപപ്പെടാനും അനുവദിക്കുന്നു. കോശങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഫോം ചെയ്യാനായിട്ട് സെൽ അഡീഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കോശസ്തരത്തിന്റെ വിവിധ മാതൃകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്തായിരുന്നു? സെൽ മെംബ്രെയിന്റെ അൾട്രാസ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ അതിനുള്ളിൽ കാണുന്ന മോളിക്യൂൾസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കോശസ്തരത്തിന്റെ വിവിധ മാതൃകകളെ കുറിച്ച് നോക്കാം. പ്ലാസ്മ സ്തരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഏറ്റവും സ്വീകാര്യമായ മാതൃകയാണ് ദ്രാവക മൊസൈക്ക് മാതൃക, അതായത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇപ്പോ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു മാതൃകയാണ്. അതായത് മെംബ്രെയിന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മോഡലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു മാതൃകയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. വിവിധ പ്രോട്ടീനുകളും മറ്റു തന്മാത്രകളും ഉൾച്ചേർത്ത ഒരു ഫോസ്ഫോലിപ്പിഡ് ദ്വൈപാളി ചേർന്ന ഒരു ചലനാത്മക ഘടനയായിട്ടാണ് ഈ മാതൃക മെംബ്രെയിനെ വിശേഷിപ്പിക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ളത് ഒരു ഡൈനമിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, ചലനാത്മകമായിട്ടുള്ള ഒരു ഘടനയാണ്. എന്തെല്ലാം ചേരുന്നതാണ്? വിവിധ പ്രോട്ടീനുകളും മറ്റു തന്മാത്രകളും, അതായത് കാർബോഹൈഡ്രേറ്റ്, കൊളസ്ട്രോൾ മുതലായിട്ടുള്ള തന്മാത്രകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോസ്ഫോലിപ്പിഡ് ദ്വൈപാളിയാണ്, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡല് പറയുന്നത്. ഈ ലിപ്പിഡ് ദ്വൈപാളി മാതൃക ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡല് വരുന്നതിന് മുൻപ് വന്ന 2-3 മാതൃകകളാണ് ലിപ്പിഡ് ദ്വൈപാളി മാതൃക. അതായത് ലിപ്പിഡ് ബൈലെയർ എന്നുള്ള ഒരു മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു, യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം, ഈ മുൻകാല മോഡലുകളെല്ലാം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന്റെ വികസനത്തിന് വഴിയൊരുക്കിയതാണ്. പക്ഷേ മെംബ്രെയിന്റെ യഥാർത്ഥ സങ്കീർണത വിശദീകരിക്കുന്നതിൽ അവയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രധാന മോഡലുകളുടെ ഒരു വിശകലനമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് ലിപ്പിഡ് ബൈലെയർ മോഡൽ. ഗോർട്ടർ ആൻഡ് ഗ്രൻഡൽ 1925 പ്രപ്പോസ് ചെയ്ത ഒരു മോഡലാണ്, പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു മോഡലാണ് ലിപ്പിഡ് ബൈലെയർ. ഇതനുസരിച്ചിട്ട് ലിപ്പിഡിന്റെ ഒരു ബൈലെയർ ഹൈഡ്രോഫിലിക് തലകൾ പുറത്തേക്ക്, ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തേക്ക് അഭിമുഖമായും ഹൈഡ്രോഫോബിക് ടെയില് അകത്തേക്ക് അഭിമുഖമായും ഉള്ള ഒരു ലിപ്പിഡ് ദ്വൈപാളിയാണ് മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഗോർട്ടർ ആൻഡ് ഗ്രൻഡൽ മോഡല് പറയുന്നത്. അപ്പോ ലിപ്പിഡ് ബൈലെയർ എന്നുള്ള ഒരു സ്ട്രക്ചർ അവർ പ്രൊപ്പോസ് ചെയ്തു, എങ്കിലും പ്രോട്ടീനുകളോ കാർബോഹൈഡ്രേറ്റുകളോ ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെയൊക്കെ പ്രസൻസ് നമ്മൾ പിന്നീട് പ്ലാസ്മ മെംബ്രെയിനിൽ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മോഡല് നിരാകരിക്കപ്പെട്ടു. ലിപ്പിഡ് മാത്രമല്ല പ്ലാസ്മ മെംബ്രെയിനിലുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു മോഡൽ വെച്ചിട്ട് പ്ലാസ്മ മെംബ്രെയിന്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അടുത്തൊരു മോഡലാണ് സാൻഡ്വിച്ച് മോഡൽ. ഡാവ്സൺ ആൻഡ് ഡാനിയേലി 1935 പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് സാൻഡ്വിച്ച് മോഡൽ. ഈ മോഡല് സൂചിപ്പിക്കുന്നത് ലിപ്പിഡ് ബൈലെയർ ഉണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. ലിപ്പിഡ് ബൈലെയറിൽ അതിന്റെ പുറത്ത് പ്രോട്ടീന്റെ 2 സ്റ്റാറ്റിക് ആയിട്ടുള്ള പാളികൾ കാണപ്പെടുന്നതാണ്. അതായത് ഒരു ലിപ്പിഡ് ബൈലെയറിന്റെ ഇരുവശത്തും പ്രോട്ടീന്റെ ഓരോ പാളികൾ വീതം കാണപ്പെടുന്നു. ഈ പാളികൾ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുന്ന പാളികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ മോഡലില് ലിപ്പിഡ് കൂടാതെ പ്രോട്ടീനെയും കൂടി ഉൾപ്പെടുത്തി എന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ അതേസമയം ഈ പ്രോട്ടീൻ സ്റ്റാറ്റിക് ആണെന്നാണ് അവർ പറയുന്നത്. അതായത് പ്രോട്ടീൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്, അതിന് ഒരു എന്താ പറയുക മൊബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് മുൻ മോഡലിൽ നിന്നും മെച്ചപ്പെട്ടു.
പക്ഷേ പ്രോട്ടീനുകൾ യഥാർത്ഥ സ്ഥലത്തിന്റെ ചലനാത്മകവും ഉൾച്ചേർത്തതുമായ പ്രോട്ടീനുകളെല്ലാം സ്റ്റാറ്റിക് പാളികളായിട്ടാണ് വിഭാവനം ചെയ്തത്. അപ്പൊ ഇതൊരു സാൻഡ്വിച്ച് പോലെ രണ്ട് പ്രോട്ടീൻ പാളികൾക്കിടയിൽ ഒരു ലിപിഡ് ബൈലെയർ പാളി കാണുന്നു എന്നാണ് സാൻഡ്വിച്ച് മോഡൽ, ഡേവിഡ്സൺ ആൻഡ് ഡാനിയൽ പ്രപ്പോസ് ചെയ്ത സാൻഡ്വിച്ച് മോഡലിൽ പറയുന്നത്. മൂന്നാമത്തെ മോഡലാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഇത് പ്രപ്പോസ് ചെയ്തത് 1959 റോബർട്ട്സൺ ആണ്. ഇതിൽ പ്രധാനമായിട്ടും ശരിക്കും നമ്മുടെ ഒരു സാൻഡ്വിച്ച് മോഡലിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്ന് നമുക്ക് പറയാം. കാരണം സെയിം കാര്യം തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു ലിപിഡ് ബൈലെയറിന്റെ ഇരുവശത്തും പ്രോട്ടീൻ ലെയേഴ്സ് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്താ ഇവിടെ ഔട്ടർ പ്രോട്ടീൻ ലെയറും ഇന്നർ പ്രോട്ടീൻ ലെയറും ഉണ്ട്, ഇടയ്ക്ക് ഒരു ലിപിഡ് ബൈലെയറും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഓസ്മിയം യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡീസ് ആയിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ അതില് ഓസ്മിയോഫിലിക് പാളികള്, രണ്ട് ഇരുണ്ട ഓസ്മിയോഫിലിക് പാളികള് ഒരു ഭാരം കുറഞ്ഞ പാളിയാൽ വേർതിരിക്കപ്പെട്ട ഒരു ട്രൈലാമിനാർ ഘടന, ഇതാണ് ഇമ്പോർട്ടന്റ്, ട്രൈലാമിനാർ ഘടനയാണ് ഈ മാതൃക നിർദ്ദേശിച്ചത്. അതായത് 3 പാളികൾ ചേർന്ന ഒരു ഘടനയാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതില് രണ്ട് ഒരു ഹെവി ആയിട്ടുള്ള അതുപോലെ തന്നെ ഡാർക്കർ ആയിട്ടുള്ള ഓസ്മിയോഫിലിക് പാളികൾ, ലെയറുകൾ ഉണ്ട്. അതുപോലെ തന്നെ നടുക്ക് ഒരു ലിപിഡ് ബൈലെയർ കാണപ്പെടുന്നു. ഇതാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഇതിന് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറയാൻ കാരണം അടുത്തൊരു പോസ്റ്റുലേറ്റ് ആണ്. അതായത് എല്ലാ ജൈവസ്ഥലങ്ങൾക്കും ഒരു സാമാന്യവൽക്കരിച്ച ഘടനയാണ് ഇത് നിർദ്ദേശിച്ചത്. അതായത് ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ കോശങ്ങളുണ്ടോ ആ കോശങ്ങളുടെ മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസിനെ ഒന്നിനെയും ബാധിക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും അനുസരിച്ചല്ല എല്ലാ മെംബ്രെയിനുകൾക്കും ഒരേ ഘടന തന്നെയാണ് കാണപ്പെടുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഒരു ഡൈനമിക് നേച്ചറിനെ കുറിച്ചല്ല പറയുക. അതായത് ഓരോ സെല്ലിനെയും മെംബ്രെയിനില് അതിന്റെ ഫങ്ഷൻസ് നിർവഹിക്കത്തക്ക രീതിയിൽ, ഇപ്പൊ നമുക്കത് അറിയാം അല്ലെ, ഓരോ സെല്ലിന്റെയും മെംബ്രെയിൻ എന്ന് പറയുന്നത് അതത് സെല്ലിന്റെ ഫങ്ഷൻസ് നിർവഹിക്കാൻ തക്ക വിധം മോഡിഫൈഡ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഈ ഒരു മോഡലിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ മെംബ്രെയിനിലും എല്ലാ സെല്ലിലുള്ള മെംബ്രെയിൻസും ഒരേപോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ സെയിം സാൻഡ്വിച്ച് മോഡലിൽ പറഞ്ഞ പോലെ തന്നെയാണ്. രണ്ട് ഔട്ടർ ആൻഡ് ഇന്നർ പ്രോട്ടീൻ ലെയർ ഉണ്ട്. അതിന്റെ ഇടയ്ക്കായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു? ലിപിഡ് ബൈലെയറും കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്തതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നാലും അതിന്റെ ഒരു ക്ലെയിം നമുക്കൊന്ന് നോക്കാം. സിംഗർ ആൻഡ് നിക്കോൾസൺ 1972 പ്രപ്പോസ് ചെയ്ത ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നുള്ളത്. ഇതാണ് ഇപ്പോൾ നിലവിൽ അംഗീകരിക്കപ്പെട്ട മാതൃക. ഫോസ്ഫോലിപ്പിഡുകൾ, കൊളസ്ട്രോൾ, പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളുടെ മൊസൈക്ക് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് എന്ത് പറയുക? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത്. ഫോസ്ഫോലിപ്പിഡുകളും കൊളസ്ട്രോളുകളും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും എല്ലാം ഒരു മൊസൈക്ക് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മൊസൈക്ക് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അവ സ്ഥാനത്ത് സ്ഥിരമായിരിക്കില്ല, അവയൊന്നും ഫിക്സഡ് പൊസിഷനിൽ ആയിരിക്കില്ല. മെംബ്രെയിനുള്ളിൽ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയോ ഒഴുകുകയോ ഒക്കെ ചെയ്യും. മെംബ്രെയിൻ ഒരു ഫ്ലൂയിഡ് ആണ്. അതിന്റെ ഘടകങ്ങൾക്കൊക്കെ വഴക്കവും ചലനവും ഒക്കെ അനുവദിക്കുന്ന ഒരു സ്ട്രക്ചറാണ് കാണപ്പെടുന്നത് എന്നാണ് എന്തിൽ പറയുക? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്നത്. മെംബ്രെയിൻ ഈസ് എ ഫ്ലൂയിഡ് ആൻഡ് all the molecules are arranged as a mosaic pattern. അങ്ങനെയാണ് എന്ത് പറയുന്നത്? അതായത് മെംബ്രെയിൻ ഒരു ദ്രാവകമാണ്, അതിൽ ബാക്കി എല്ലാ മോളിക്യൂൾസും ഒരു മൊസൈക് പാറ്റേണിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ്. വിവിധങ്ങളായിട്ടുള്ള മോളിക്യൂൾസ് ആണ് കാണപ്പെടുന്നത് അല്ലെ, വിവിധങ്ങളായിട്ടുള്ള തന്മാത്രകളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു മൊസൈക് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത്. ദ്രാവക മൊസൈക്ക് മാതൃക പ്ലാസ്മ മെംബ്രെയിന്റെ ചലനാത്മകവും സങ്കീർണവുമായ സ്വഭാവം പകർത്തുന്നുണ്ട്. അതായത് ആക്ച്വലി പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു ഡൈനമിക് നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മോഡലിൽ സാധിച്ചു. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ഇടപഴകാനുമുള്ള അതിന്റെ കഴിവ് എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. നമുക്കൊന്ന് നോക്കാം.
ഈ മോഡൽ അനുസരിച്ചിട്ട് ലിപ്പിഡ് ബൈലെയർ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. രണ്ട് പാളികൾ, ലിപ്പിഡിന്റെ രണ്ട് പാളികൾ കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ഇതില് ഫോസ്ഫോലിപ്പിഡിന്റെ പോളാർ റീജിയൻ, അതായത് ഹെഡ് റീജിയൻ, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് റീജിയൻ ഔട്ട്സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് കാണും. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ റീജിയൻ ഇൻസൈഡിലേക്ക് അല്ലെ ഇന്നർ സൈഡിലേക്കും കാണും. നോൺ പോളാർ റീജിയൻ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ റീജിയൻ ഈ മെംബ്രെയിന്റെ ഉൾഭാഗത്തേക്കും കാണപ്പെടും. ഇത് ഔട്ടർ മെംബ്രെയിനും ഇത് ഇന്നർ മെംബ്രെയിനും. ഈ മുകളിൽ കാണുന്നത് ഔട്ടർ മെംബ്രെയിനും ഇത് താഴെ കാണുന്നത് ഇന്നർ മെംബ്രെയിനാണ്. ഈ ഭാഗം സൈറ്റോസോൾ ആണ്, അതായത് സൈറ്റോപ്ലാസം ആണ്. ഈ ഭാഗം എന്താണ് എക്സോപ്ലാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെംബ്രെയിന്റെ സെല്ലിന് പുറത്തുള്ള ഏരിയ ആണ് ഇത്. ഇത് സെല്ലിനുള്ളിലുള്ള ഭാഗമാണ്. ഓക്കെ, ഇത് സൈറ്റോസോളിക് റീജിയനും ഇത് നോൺ സൈറ്റോസോളിക് റീജിയൻ എന്ന് നമ്മൾ പറയും. ഇനി നോക്കിക്കേ, ഈ ഗ്രീൻ കളറിലും ഈ പിങ്ക് കളറിലും പർപ്പിൾ കളറിലും ഒക്കെ കൊടുത്തേക്കുന്നതാണ് എന്ത്? പ്രോട്ടീനുകൾ. ഓക്കെ, ഇങ്ങനെ ഒരു ലെയറിൽ, അതായത് ഈ ലിപ്പിഡ് ബൈലെയറിന്റെ ഏതെങ്കിലും ഒരു ലെയറിൽ മാത്രമായിട്ട് എംബഡ് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുക. ഇനി ഈ മെംബ്രെയിനിലുടനീളം, അതായത് ഈ രണ്ട് ലെയറിലും കൂടി പാസ് ചെയ്യുന്ന തരം പ്രോട്ടീനുകളെ നമ്മൾ ചാനൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പ്രോട്ടീൻസ് എന്നാണ് പറയുക. ഇത് ഡിഫറെന്റ് മോളിക്യൂൾസിനുള്ള ചാനൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്, അതായത് ഈ ലിപ്പിഡ് മോളിക്യൂൾസിലേക്ക് ആങ്കർ ചെയ്തക്ക രീതിയിൽ, കോവാലന്റ് ബോണ്ട് വെച്ചിട്ട് ആങ്കർ ചെയ്തക്ക രീതിയിൽ ചില പ്രോട്ടീനുകളെ കാണും. അതിനെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് എന്നാണ് പറയുക. നമുക്ക് പ്രോട്ടീന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അത് കൂടാണ്ട് ഇതിനിടയ്ക്ക് കണ്ടോ, ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന് ഇടയ്ക്ക് ഇങ്ങനെ റെഡ് കളറിൽ കൊടുത്തേക്കുന്നുണ്ടോ? ഇതാണ് കൊളസ്ട്രോൾ. ഓക്കെ, അത് ഇതിന്റെ പാക്കേജിങ്, ഇതിന്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ കൊളസ്ട്രോൾ മോളിക്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താ ഇങ്ങനെ ഒരു ലെയറിലെ സ്ട്രക്ചേഴ്സ് പോലെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ? അപ്പൊ അതെന്താണ്? അതാണ് കാർബോഹൈഡ്രേറ്റ് ചെയിൻസ്. ഇത് പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണും, അതുപോലെ തന്നെ ലിപ്പിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണും. പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതിനെ നമ്മൾ എന്ത് പറയും? ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയും. ലിപ്പിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതിനെ എന്ത് പറയും? ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയും. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രോട്ടീനെ നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയും. കാർബോഹൈഡ്രേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലിപ്പിഡിനെ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയും. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അതായത് ഈ പ്രോട്ടീനുകളൊന്നും ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റും ഒന്നും ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അതായത് നിന്നിടത്ത് തന്നെ നിൽക്കുമല്ല. ഈ ഒരു ലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഫ്ലൂയിഡിറ്റി ഉള്ളതാണ്, അതായത് ഒരു ഫ്ലൂയിഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ ലിപ്പിഡ് ബൈലെയർ. അതിൽ ഈ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് മെംബ്രെയിനിൽ ഇതിനൊരു ലാറ്ററൽ മൂവ്മെന്റ് പോസിബിൾ ആണ് എന്നാണ് പറയുക. അതായത് ഒരു സ്ഥലത്ത് തന്നെ ഫിക്സഡ് ആയിട്ടല്ല ഈ പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ കാണുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, ലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്യും എന്നാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എസ്.ജെ. സിംഗറും ഗാർത്തൽ നിക്കോൾസണും ചേർന്നാണ് നിർദ്ദേശിച്ചത്. കോശങ്ങളുടെ പ്ലാസ്മ മെംബ്രെയിന്റെ ഘടന ഈ മോഡൽ വിശദീകരിക്കുന്നു. ഫോസ്ഫോലിപ്പിഡുകൾ, പ്രോട്ടീൻ, കൊളസ്ട്രോൾ, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ ഘടകങ്ങൾ മൊസൈക്ക് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ ഘടകത്തിനും ഒരു പ്രത്യേക ധർമ്മമുണ്ട്. ഈ ഘടകങ്ങൾ സ്ഥലങ്ങൾക്ക് ഒരു ദ്രാവക സ്വഭാവം നൽകുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇനിയിപ്പോ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഒന്നുകൂടി പറഞ്ഞേക്കാം. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എസ്.ജെ. സിംഗറും ഗാർത്തൽ നിക്കോൾസണും ചേർന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതില് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോസ്ഫോലിപ്പിഡുകൾ, പ്രോട്ടീൻ, കൊളസ്ട്രോൾ, കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒരു മൊസൈക്ക് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് മെംബ്രെയിനൊരു ഫ്ലൂയിഡ് നേച്ചർ അല്ലെങ്കിൽ ഒരു ദ്രാവക സ്വഭാവം നൽകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഓരോ ഫോസ്ഫോലിപ്പിഡിനും പുറത്തേക്ക് അഭിമുഖമായ ഹൈഡ്രോഫിലിക് തലയും ബൈലെയറിന്റെ ഉൾവശം രൂപപ്പെടുത്തുന്ന ഹൈഡ്രോഫോബിക് വാലും ഉണ്ട്. കണ്ടോ, ഇതാണ് ലിപ്പിഡ് ബൈലെയർ. ഇതിന്റെ ഹെഡ് റീജിയൻ ആണ് ഇത്, പോളാർ ആയിട്ടുള്ള ഹെഡ് റീജിയൻ ഇത്. അത് ഹൈഡ്രോഫിലിക് റീജിയൻ ആണ്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലാണ് ഈ ഉൾവശത്തേക്ക് അല്ലെ, ഈ മെംബ്രെയിന്റെ ഉൾവശത്തേക്കാണ് എന്ത് കാണുക? ടെയില് കാണുക.
അപ്പോൾ ഓരോ ഫോസ്ഫോലിപ്പിഡിനും പുറത്തേക്ക് അഭിമുഖമായിട്ടുള്ള ഒരു ഹൈഡ്രോഫിലിക് തലയും ബൈലെയറിന്റെ ഉൾവശം രൂപപ്പെടുത്തുന്ന ഒരു ഹൈഡ്രോഫോബിക് ടെയിലുമുണ്ട് അല്ലെ. കൊളസ്ട്രോളും പ്രോട്ടീനുകളും ബൈലെയറിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഇത് മെംബ്രെയിന് മൊസൈക് രൂപം നൽകുന്നു. കൊളസ്ട്രോളും പ്രോട്ടീനുകളും ബൈലെയറിൽ കാണപ്പെടുന്നുണ്ട്. ഇത് മെംബ്രെയിന് ഒരു മൊസൈക് പാറ്റേൺ കൊടുക്കുന്നു. നമുക്കിനി പ്ലാസ്മ മെംബ്രെയിന്റെ കമ്പോണൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എവിടെയൊക്കെ കാണപ്പെടുന്നു എന്ന് നോക്കാം. ഫോസ്ഫോലിപ്പിഡ് എവിടെയാ കാണുക? ഫോസ്ഫോലിപ്പിഡ് ഇറ്റ് ഈസ് എ മെയിൻ ഫാബ്രിക് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഫോസ്ഫോലിപ്പിഡ് ആണ് പ്ലാസ്മ മെംബ്രെയിന്റെ മെയിൻ ഘടന എന്ന് പറയുന്നത്. കൊളസ്ട്രോള് എവിടെയാ കാണുക? ഫോസ്ഫോലിപ്പിഡുകളുടെ ഇടയ്ക്കായിട്ടാണ് കാണുക. ഇന്റഗ്രൽ പ്രോട്ടീൻ എവിടെയാണ് കാണുക? രണ്ട് ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെയും ഉള്ളിൽ എംബഡഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക. പെരിഫറൽ പ്രോട്ടീൻസോ ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ സർഫസ്, ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ സർഫസിൽ കാണപ്പെടും പെരിഫറൽ പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റോ only seen on the outside membrane layer അല്ലെ. attached to proteins or lipids on outside membrane layers. membrane layers outside membraneലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുക. ഇനി ഫോസ്ഫോലിപ്പിഡുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറയുമ്പോൾ ഹൈഡ്രോഫിലിക് തലയും ഹൈഡ്രോഫോബിക് വാലുമുള്ള ആംഫിപതിക് തന്മാത്രകളാണ്. എന്താണ് ആംഫിപതിക് തന്മാത്രകൾ? ഒരു മോളിക്യൂളില് ഹൈഡ്രോഫിലിക് റീജിയനും ഹൈഡ്രോഫോബിക് റീജിയനും ഉള്ള തരം മോളിക്യൂൾസിനെയാണ് ആംഫിപതിക് മോളിക്യൂൾസ് എന്ന് പറയുക കേട്ടോ. ഇവ ഒരു ഗ്ലിസറോൾ തന്മാത്രയുമായി ഒരു കോവലന്റ് ബോണ്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഈ ഘടനയൊന്ന് നോക്കിക്കേ. ഇതാണ് ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ ലിപ്പിഡ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും ചേർന്നാണല്ലോ ലിപ്പിഡ്സ് ഫോം ചെയ്യുക അല്ലേ. ഇതാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അതായത് CH2OH CHOH CH2OH എന്ന് പറയുന്നത്. ഈ CH2OHന്റെ ഓയുടെ അടുക്ക് നിന്ന് എച്ച് പോയി. അതുപോലെ ഈ CHOHലെയും എച്ച് പോയിട്ടുണ്ട്. ഈ CH2OHലും എച്ച് പോയിട്ടുണ്ട്. പകരം എന്താ വന്നിരിക്കുന്നത്? ഈ മൂന്നാമത്തെ CH2OHല് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കണ്ടോ? PO3 വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ CHല് എന്താ സംഭവിച്ചിരിക്കുന്നത്? CH2OHന്റെ എച്ച് പോയിട്ട് ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും CH2OHന്റെ എച്ച് പോയിട്ട് C ഡബിൾ ബോണ്ടോ വന്നിരിക്കുന്നു. അതായത് ഇത് ഫാറ്റി ആസിഡ് ചെയിൻ ആണ്. ഇത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചെയിനും ഇത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചെയിനാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണും അല്ലെ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട്സ് മാത്രമേ കാണുകയുള്ളൂ. ഇതിൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇതിനൊരു ചെറിയ വളവുണ്ട്. ഈ വളവിനെ നമ്മൾ പറയുന്ന പേരാണ് കിങ്ക്. എന്താണ്? കിങ്ക് എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ഫോസ്ഫോലിപ്പിഡിന്റെ സ്ട്രക്ചർ. ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡ് ഹൈഡ്രോഫിലിക്കും ടെയില് ഹൈഡ്രോഫോബിക്കും ആണ്. ഇതാണ് അതിന്റെ മോളിക്യൂളിന്റെ ഒരു സ്ട്രക്ചർ വരിക. ക്ലിയർ? അടുത്തത് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ കാണപ്പെടുക ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും കാണുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ദ്രാവകത നിലനിർത്താൻ ഇത് പ്ലാസ്മ മെംബ്രെയിനെ സഹായിക്കുന്നു. ഇത് ഫോസ്ഫോലിപ്പിഡുകൾക്കിടയിൽ കാണപ്പെടുന്നു. കുറഞ്ഞ താപനിലയിൽ ഹൈഡ്രോഫിലിക് വാലുകളുടെ സംയോജനവും ഉയർന്ന താപനിലയിൽ അവയുടെ വികാസവും തടയുന്നു. അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലിപ്പിഡ് അല്ലേ. അപ്പോ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇത് പരസ്പരം കോമ്പാക്ട് ആയിട്ട് അല്ലെങ്കിൽ പരസ്പരം സംയോജിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ ഫ്ലൂയിഡിറ്റി കുറയും ഇല്ലേ. ഒഴുകാനുള്ള കഴിവ് കുറയും. ഒരു പരസ്പരം ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡിറ്റിക്ക് കുറവ് വരും. അതിനെ തടയാനായിട്ട് ഈ കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ കയറിയിരിക്കുമല്ലേ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കോമ്പാക്ട്ലി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വികസിക്കും. ഈ ടെയിലുകൾ അല്ലെങ്കിൽ ഈ ലിപ്പിഡ് ബൈലെയർ വികസിക്കാൻ സാധ്യതയുണ്ട്. അതിനെയും ഒരു പരിധിക്കപ്പുറം വികസിക്കാനായിട്ട് ഈ കൊളസ്ട്രോൾ മോളിക്യൂൾസ് ഇരിക്കുന്നത് കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ലിപ്പിഡ് ബൈലെയറിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിന്റെ ഫ്ലൂയിഡിറ്റിയെ കൺട്രോൾ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓർത്താൽ മതി. അത് നമുക്കിനി ഫ്ലൂയിഡിറ്റി എന്നുള്ള പോർഷൻ വരുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അടുത്തതാണ് പ്രോട്ടീനുകൾ.
പ്ലാസ്മ മെംബ്രെയിനിൽ 3 തരം പ്രോട്ടീനുകളാണ് കാണപ്പെടുക. 3 തരം പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ഇന്റഗ്രൽ പ്രോട്ടീനുകൾ, പെരിഫറൽ പ്രോട്ടീനുകൾ, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീനുകൾ. ഇന്റഗ്രൽ പ്രോട്ടീനുകൾ, പെരിഫറൽ പ്രോട്ടീനുകൾ, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീനുകൾ എന്നിങ്ങനെ 3 തരം പ്രോട്ടീനുകളാണ് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുക. ഇന്റഗ്രൽ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിന്റെ ഹൈഡ്രോഫോബിക് പാളിയിലുടനീളം ചാനലുകൾ സൃഷ്ടിച്ച് വലിയ തന്മാത്രകളുടെയും അയോണുകളുടെയും ചലനം അനുവദിക്കുന്നു. ഞാൻ ഡയഗ്രാം പറഞ്ഞപ്പോൾ ആ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ ലിപ്പിഡ് ബൈലെയറിലുടനീളം അത് എംബഡഡ് ആയിട്ട് കാണപ്പെടും. അങ്ങനെയുള്ള പ്രോട്ടീനുകളെയാണ് എന്ത് പറയുക? അതായത് ആ 2 പാളിയിലും കൂടി ചേർന്നായിരിക്കും ഇതിന്റെ സ്പാൻ കാണുക അല്ലെ? ആ പ്രോട്ടീൻ അത്രയും ലെങ്തിൽ അത് കാണപ്പെടും. ഇതാണ് എന്ത്? ഇന്റഗ്രൽ പ്രോട്ടീനുകൾ. ഇന്റഗ്രൽ പ്രോട്ടീനുകൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വലിയ മോളിക്യൂൾസിനെ, അയോണുകളെയൊക്കെ മെംബ്രെയിനിൽ കൂടി കടത്തിവിടാനുള്ള ചാനലുകളായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പെരിഫറൽ പ്രോട്ടീനുകളാണ് അടുത്തത്. പെരിഫറൽ പ്രോട്ടീനുകൾ എന്താ ചെയ്യുക? ഇവ മെംബ്രെയിന്റെ ഒറ്റ പാളിയിലായിരിക്കും ഉൾച്ചേർത്തിരിക്കുന്നത്. അതായത് ഒരു ലെയറിൽ മാത്രമായിട്ടായിരിക്കും പെരിഫറൽ പ്രോട്ടീൻ കാണപ്പെടുക. ഇവ മെംബ്രെയിന്റെ ഒരു ഭാഗത്ത് നിന്ന് സിഗ്നലുകൾ വഹിക്കുകയും മറ്റു ഭാഗത്തേക്ക് റിലേ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒരു സൈഡിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ റിസീവ് ചെയ്തിട്ട് മറ്റേ സൈഡിലേക്ക് കടത്തി വിടുന്നതാണ് ആര്? പെരിഫറൽ പ്രോട്ടീനുകൾ. ഒരു പെരിഫറൽ റീജിയനിൽ മാത്രമായിട്ടായിരിക്കും കാണപ്പെടുന്നത്. മൂന്നാമത്തെ തരമാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീനുകൾ. ഇവ ലിപ്പിഡ് തന്മാത്രയിലെ സഹസംയോജക ബന്ധനത്തിലൂടെ, എന്താണ് സഹസംയോജക ബന്ധനം? കോവാലന്റ് ബോണ്ട് കേട്ടോ, ഓർത്തിരിക്കണേ. മലയാളം ടേംസ് ഒക്കെ ഒന്നുകൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവ ലിപ്പിഡ് തന്മാത്രയിൽ സഹസംയോജക ബന്ധനത്തിലൂടെ, അതായത് കോവലന്റ് ബോണ്ട് വഴി ബന്ധിപ്പിച്ച് കാണപ്പെടുന്നു. അവ മെംബ്രെയിൻ സ്ഥിരപ്പെടുത്തുകയും ഇന്റർസെല്ലുലാർ ആശയവിനിമയത്തിന് കാരണമാകുകയും ചെയ്തു. അതായത് മെംബ്രെയിനിൽ സ്റ്റെബിലിറ്റി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്റർസെല്ലുലാർ കമ്മ്യൂണിക്കേഷന്, സെൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് തന്മാത്രയിൽ കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീനുകളെയാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറയും. ഇങ്ങനെ 3 തരം പ്രോട്ടീനുകളാണ് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്നത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിനിൽ 3 തരം പ്രോട്ടീൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നോക്കുക, പെരിഫറൽ പ്രോട്ടീൻസ് കണ്ടോ, ഒരു ലെയറിൽ മാത്രമായിട്ടാണ് കാണുക, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തും കാണപ്പെടും പെരിഫറൽ പ്രോട്ടീൻസ്. ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, 2 ലെയറിലും കൂടി ചേർന്ന് അതിൽ ഉടനീളം, ആ ഒരു സ്പാനിൽ ഉടനീളം ഇങ്ങനെ കാണപ്പെടുന്നതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ്. അതിനോട് ചേർന്ന് കാണപ്പെടുന്ന പ്രോട്ടീൻസിന് അസോസിയേറ്റഡ് പ്രോട്ടീൻസ് പറയും. പക്ഷെ അത് പ്ലാസ്മ മെംബ്രെയിന്റെ പാർട്ടായിട്ടല്ല കാണപ്പെടുക. ദെൻ ഇതാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. കണ്ടോ, ലിപ്പിഡിലേക്ക് ആങ്കർ ചെയ്ത രീതിയിൽ കാണപ്പെടുന്നതാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ഇവിടെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ചാനൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് ഇതിന്റെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൽ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് നോക്കാം. മെംബ്രെയിൻ പ്രോട്ടീൻസിന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് സെല്ലിന്റെ ഔട്ട്സൈഡ് ആണ്, ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സെല്ലിന്റെ ഇൻസൈഡ് ആണ്. ഇത് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് സെലക്റ്റീവ് ട്രാൻസ്പോർട്ട് ചാനൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ചില മോളിക്യൂൾസിന്റെ സെലക്റ്റീവ് ട്രാൻസ്പോർട്ട് ചാനലുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചില പ്രോട്ടീനുകൾ എൻസൈമുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചില പ്രോട്ടീനുകൾ സർഫസ് റിസപ്റ്റർ ആയിട്ട്, അതായത് ചില പ്രോട്ടീനുകൾ റിസപ്റ്ററുകളായിട്ട് വരുന്ന ലിഗാൻഡുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താണ്? സെൽ സർഫസ് ഐഡന്റിറ്റി മാർക്കർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സെൽ അഡീഷന്, 2 സെല്ലുകൾ തമ്മിൽ കൂടിച്ചേരാനായിട്ട് ഈ പ്രോട്ടീനുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈറ്റോസ്കെലറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്, മെംബ്രെയിനെ ആ സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഒരു പൊസിഷനിൽ നിലനിർത്താനായിട്ട് സൈറ്റോസ്കെലറ്റനുമായിട്ട് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസിന് ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റിയെ കുറിച്ച് നമുക്ക് പറയാം. പ്ലാസ്മ മെംബ്രെയിന്റെ ദ്രാവകത അഥവാ ഫ്ലൂയിഡിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ. അർദ്ധദ്രവ്യാവസ്ഥയിലുള്ള ലിപ്പിഡ് ദ്വിപാളിയിലൂടെ മൊസൈക്ക് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രോട്ടീനുകളുടെ പാർശ്വാന്തര ചലനത്തിനുള്ള കഴിവിനെയാണ് ദ്രാവകത എന്ന് പറയുന്നത്.
കുറച്ച് കേൾക്കുമ്പോൾ ഒരു കട്ടി പോലെ തോന്നുന്നുണ്ട് അല്ലേ? പേടിക്കണ്ട കേട്ടോ. അതായത് സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള രീതിയിലാണല്ലോ ഈ ലിപ്പിഡ് ബൈലെയർ കാണപ്പെടുന്നത്. ആ ലിപ്പിഡ് ബൈലെയറിൽ കൂടി മൊസൈക്ക് രീതിയിലാണല്ലോ പ്രോട്ടീനുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെമി ഫ്ലൂയിഡ് രൂപത്തിലുള്ള ലിപ്പിഡ് ബൈലെയറിൽ കൂടി മൊസൈക്ക് രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രോട്ടീനുകള് ലാറ്ററൽ മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അങ്ങനെ ആ ലാറ്ററൽ മൂവ്മെന്റിനുള്ള കഴിവിനെയാണ് എന്ത് പറയുക? ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയുക? സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയറിൽ കൂടി മൊസൈക്ക് പാറ്റേണിലുള്ള പ്രോട്ടീനുകളുടെ ലാറ്ററൽ മൂവ്മെന്റിനുള്ള കേപ്പബിലിറ്റിനെയാണ് എന്ത് പറയുക? ദ്രാവകത അഥവാ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. കോശസ്തരത്തിന്റെ ദ്രാവകതയെ 3 ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്: താപനില, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ. ഇത് മൂന്നുമാണ് കോശസ്തരത്തിന്റെ ദ്രാവകതയെ, ഫ്ലൂയിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന 3 ഘടകങ്ങൾ. അതിലാദ്യത്തേത് താപനില. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ഈ ഫ്ലൂയിഡിറ്റിക്ക് ചെറിയ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് തണുത്തിരിക്കുമ്പോൾ ഫോസ്ഫോലിപ്പിഡുകൾ ഒരുമിച്ച് കാണപ്പെടും. ചൂടാകുമ്പോൾ അവ വേർപിരിയുകയും ചെയ്യും. നമ്മൾ ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമുക്കറിയാലോ നമ്മളുടെ ഓയിൽസ് അല്ലെ, എണ്ണകളൊക്കെ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സോളിഡിഫൈ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? കട്ടി പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? കട്ടയായിട്ടിരിക്കില്ലേ? ഇത് നമ്മുടെ നെയ്യൊക്കെ തന്നെയാണ്, തണുപ്പ് വരുമ്പോഴേക്കും അത് നല്ല കട്ടക്കിരിക്കും. അതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ അതിങ്ങനെ ഉരുകി ഫ്ലൂയിഡ് ആയിട്ട് മാറും. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഫ്ലൂയിഡിറ്റി കുറയുവാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ഈ ഫോസ്ഫോലിപ്പിഡുകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഇതിന്റെ ദ്രാവകത കുറയും. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്ലൂയിഡിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡിറ്റി കൂടും. ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ ഓർത്തിരിക്കാമല്ലോ അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഫ്ലൂയിഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലൂയിഡിറ്റി കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്ലൂയിഡിറ്റി കുറയും. കൊളസ്ട്രോൾ ആണ് അടുത്ത ഫാക്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു അത്. കൊളസ്ട്രോൾ തന്മാത്രകൾ ക്രമരഹിതമായി ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിലൂടെ വിതരണം ചെയ്യപ്പെടുകയും അത് വളരെ അകലെ അല്ലെങ്കിൽ വളരെ മുറുകെ പിടിക്കുന്നതിൽ നിന്ന് ഫോസ്ഫോലിപ്പിഡുകളെ തടയുകയും ദ്രാവകത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞായിരുന്നു കൊളസ്ട്രോൾ മോളിക്യൂൾസ് ആ ബൈലെയറിന് ഇടയ്ക്ക്, ആ പിക്ചർ മനസ്സിലേക്ക് വരട്ടെ. അപ്പോ ആ ലിപ്പിഡ് ബൈലെയറിന് ഇടയ്ക്ക് കൊളസ്ട്രോൾ മോളിക്യൂൾസ് കാണുന്നില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഈ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്ലൂയിഡിറ്റി കുറയുന്നു നമ്മൾ പറഞ്ഞല്ലോ. ഫ്ലൂയിഡിറ്റി ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്ലാസ്മ മെമ്പറിന്റെ നേച്ചറേ മാറിപ്പോകും അല്ലെ? അതിന്റെ ആ ഫംഗ്ഷനെ ഒക്കെ അത് ബാധിക്കും. അങ്ങനെ വരാതെ കാത്തു സൂക്ഷിക്കുന്നതാണ് ആര്? കൊളസ്ട്രോള്. അപ്പൊ ഒരു പരിധിക്കപ്പുറം ഇതിന്റെ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിന്റെ ഡിഫറൻസിനനുസരിച്ച് ഫ്ലൂയിഡിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ചേഞ്ചസിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മോളിക്യൂൾസ് ആണ് കൊളസ്ട്രോൾ. ഇപ്പൊ ഫ്ലൂയിഡിറ്റി, ഇപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്ലൂയിഡിറ്റി കുറഞ്ഞു വന്നു. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ തമ്മിൽ ഒട്ടിച്ചേരുമ്പോഴാണ് കൊളസ്ട്രോൾ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് കോമ്പാക്ട്ലി പാക്ക് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കാനായിട്ട് പറ്റാതെ വരും. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ ആ ഒരു ഫ്ലൂയിഡിറ്റി നിലനിർത്തപ്പെടും. ഓക്കെ, ഒരു പരിധിക്കപ്പുറം കുറയാനായിട്ട് അത് അനുവദിക്കില്ല. അതേസമയം ടെമ്പറേച്ചർ കൂടുമ്പോഴും എന്താ സംഭവിക്കുക? ഈ ഒരു ലിപ്പിഡ് ബൈലെയർ തമ്മിൽ വികസിക്കുകയും അതിന്റെ അകലം കൂടുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഫ്ലൂയിഡിറ്റി കൂടിപ്പോയാലും പ്ലാസ്മ മെമ്പറിന്റെ നേച്ചർ വ്യത്യാസം വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യും. കൊളസ്ട്രോൾ ഇരിക്കുന്നതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഇതിന് വികസിക്കാനും സാധിക്കില്ല, ചുരുങ്ങാനും സാധിക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഫ്ലൂയിഡിറ്റി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? അടുത്തതാണ് പൂരിതവും അപൂരിതവുമായ ഫാറ്റി ആസിഡുകൾ. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് ഫോസ്ഫോലിപ്പിഡ് ടെയിലുകൾ നിർമ്മിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇതില് അപൂരിത ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതിലെന്താ സംഭവിക്കുന്നത്? അതിൽ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഇരട്ട ബന്ധനമുണ്ട്. അതായത് ഡബിൾ ബോണ്ടാണ് കാണപ്പെടുക. ഈ ഇരട്ട ബോണ്ടുകൾ കിങ്കുകൾ സൃഷ്ടിച്ച്, ഞാൻ കിങ്കുകളുടെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കിങ്കുകൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുന്നേ. വളഞ്ഞിരിക്കുമ്പോ ഈ ഫോസ്ഫോലിപ്പിഡ് ടെയിലുകൾക്ക് തമ്മിൽ കൂടിച്ചേരാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഒരെണ്ണം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനിടയ്ക്ക് സ്പേസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കും? ഫ്ലൂയിഡിറ്റി കുറയാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
സോറി. അപ്പൊ ഈ കിങ്കുകള് മെമ്പറിന്റെ ദ്രാവകത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇരട്ട ബോണ്ടുകൾ കിങ്കുകൾ സൃഷ്ടിച്ച് ലിപ്പിഡ് ശൃംഖലയ്ക്ക് കർശനമായി പാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഈ കിങ്കുകൾ മെമ്പറിന്റെ ദ്രാവകത വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഡയഗ്രാം ഒന്ന് നോക്കാം. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഫ്ലൂയിഡിറ്റി. ഇവിടെ നോക്കിക്കേ, ഇതാണ് കിങ്കുകൾ, കണ്ടോ? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കാണും ആ ടെയില്. അങ്ങനെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോ എന്ത് സംഭവിക്കും? ഇവിടെ കോമ്പാക്ട്ലി പാക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് തമ്മിൽ ചേർന്നിരിക്കുന്ന പോലെ ഇവിടെ ചേർന്നിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അൺസാച്ചുറേറ്റഡ് ടൈൽസ് പ്രിവെന്റ് പാക്കിംഗ്. അതേസമയം സാച്ചുറേറ്റഡ് ടൈൽസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പാക്കിങ് നടക്കും. കണ്ടോ? അപ്പൊ അത് വിസ്കസ് ആയിട്ട് മാറും. ഇത് ഫ്ലൂയിഡും ഇത് വിസ്കസ് ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അൺസാച്ചുറേറ്റഡ് വേഴ്സസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ടൈൽസ് എന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ക്ലിയർ ആയല്ലോ? അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ കിങ്സ് ഉണ്ടാകും, അത് ഫ്ലൂയിഡിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യും. സാച്ചുറേറ്റഡ് മാത്രമാണെങ്കിൽ അത് വിസ്കസ് ആയിട്ട് മാറും. Cholesterol reduces membrane fluidity at moderate temperatures, but at low temperatures hinders solidification. ലോ ടെമ്പറേച്ചറിൽ സോളിഡിഫിക്കേഷൻ ഹിൻഡർ ചെയ്യുകയും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഫ്ലൂയിഡിറ്റിയെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, കൊളസ്ട്രോൾ ഇങ്ങനെ ഇടയ്ക്ക് കയറിയിരിക്കുന്നുണ്ട്, ഇതിന് ക്ലോസ്ലി പാക്ക് ആകാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് വികസിക്കാനും സാധിക്കുകയില്ല. അങ്ങനെ ഫ്ലൂയിഡിറ്റിയെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറിന്റെ കേസ് നോക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡിറ്റി കൂടും. കാരണം ഇവിടെ ഇങ്ങനെ നോക്കിക്കാൻ കണ്ടോ, ഗ്യാപ്പ് വരുന്നതാണ്. അതേസമയം ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ്. ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇത് കോമ്പാക്ട്ലി പാക്ഡ് ആവും, വിസ്കസ് ആവും, അല്ലേ? അപ്പൊ ഇത് വെരി റെഗുലർ ഓർഡേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഇത് ലെസ് ടൈറ്റ്ലി പാക്ഡ് ഹൈഡ്രോകാർബൺ ടൈൽസ് വരും, അത് ഫ്ലൂയിഡിറ്റി കൂടും. ഇവിടെ ഫ്ലൂയിഡിറ്റി കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്ലൂയിഡിറ്റി കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലൂയിഡിറ്റി കൂടും. അത് ഓർത്തിരിക്കുക കേട്ടോ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി പ്ലാസ്മ മെമ്പറിന്റെ ദ്രാവകതയ്ക്കുള്ള നിയന്ത്രണം വരുത്തുന്ന മറ്റൊരു ഘടകത്തെ കുറിച്ചാണ് പറയുക. അതായത് പ്ലാസ്മ മെമ്പറിന്റെ ഫ്ലൂയിഡിറ്റി ഒരു പർട്ടിക്കുലർ ലെവലിൽ തന്നെ നിലനിർത്താനുള്ള കാരണം ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതിനെയാണ് ലിപ്പിഡ് റാഫ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. ലിപ്പിഡ് റാഫ്റ്റുകൾ. പ്ലാസ്മ മെമ്പറിന്റെ ബാഹ്യപാളിയിൽ കാണപ്പെടുന്ന ലിപ്പിഡ് ഡൊമൈനുകളാണ് ലിപ്പിഡ് റാഫ്റ്റുകൾ. കൊളസ്ട്രോൾ, ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡുകൾ, ഗ്ലൈക്കോസൈൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ എന്നിവയാണ് ലിപ്പിഡ് റാഫ്റ്റുകളുടെ നിർമ്മാണ ഘടകങ്ങൾ. എക്സ്ക്യൂസ് മീ. അപ്പോ എന്തൊക്കെയാണ്? കൊളസ്ട്രോള്, ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡുകള്, ഗ്ലൈക്കോസൈൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, ഇതെല്ലാം ചേർന്നിട്ട് ലിപ്പിഡ് റാഫ്റ്റുകൾ എന്ന് പറയുന്ന പ്രത്യേക റീജിയനുകൾ ഈ ലിപ്പിഡ് ബൈലെയറിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഫ്ലൂയിഡിറ്റി നിയന്ത്രിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ പ്രോട്ടീനുകളും ഗ്ലൈക്കോ പ്രോട്ടീനുകളും പ്ലാസ്മ മെമ്പറിനുള്ളിൽ വ്യാപിച്ചു കിടക്കുന്നതും ദ്രാവകതയെ പരിമിതപ്പെടുത്തുന്നു. അപ്പൊ ഇത് നോക്കുക, ഇതാണ് റാഫ്റ്റ് റീജിയൻ. സ്ഫിംഗോലിപ്പിഡ്സ്, അതുപോലെ തന്നെ ഗ്ലൈക്കോസൈൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോള്, ഇവയാണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? റാഫ്റ്റ് റീജിയൻ ആയിട്ട് മാറുക. ക്ലിയർ? ഇത് നോൺ റാഫ്റ്റ് റീജിയൻ ആണ്. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഇതിന് ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്ലൂയിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്ലാസ്മ മെമ്പറിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻ, അതുപോലെ ഡിഫറെന്റ് മോഡൽസ് ഓഫ് പ്ലാസ്മ മെമ്പറൈൻ പഠിച്ചു. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ മെമ്പറൈൻ ഫ്ലൂയിഡിറ്റി എന്താണെന്നും ഫ്ലൂയിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും പഠിച്ചു. ക്ലാസ് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video. Bye.